ഷെരീഫ് ആന്റണി ജിസ്റ്റോ ചേരുന്നുണ്ട്. ആന്റണി, പ്രദേശത്ത് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ പാലമടക്കം ഒലിച്ചുപോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജലനിരപ്പ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ രക്ഷാദൗത്യം ഇന്ന് നിർത്താനുള്ള ഒരു സാധ്യത ഉണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകും. നിലവിൽ അവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പുഴയ്ക്കപ്പുറത്ത് നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതെനിക്ക് തോന്നുന്നു മുണ്ടക്കൈ ഭാഗത്തേക്ക് തിരച്ചിലിന് പോയ ആളുകളാണ്. ആ ഭാഗത്തു നിന്ന് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ ചൂരൽമല ഭാഗത്തേക്ക് വരുന്നുണ്ട്. ആ പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് കൂടുതൽ ഈ NDRFിൻ്റെയും ഒക്കെ രക്ഷാപ്രവർത്തകർ ആ ഭാഗത്തേക്ക് കൂടുതലായി വരുന്നുണ്ട്. നേരത്തെ ഈ ചൂരൽമല ഭാഗത്തധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ മടങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ നിർത്തിയോ എന്നുള്ളത്, അവിടെ ആ മുണ്ടക്കൈ ഭാഗത്ത് എന്താണ് അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ കൃത്യമായൊരു വ്യക്തത ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ രക്ഷാപ്രവർത്തകർ ഈ മറുകരയിലേക്ക്, അതായത് ഞാൻ പറഞ്ഞ ആ ചൂരൽമല ടൗൺ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ആളുകൾ കടന്ന് വരുന്നുണ്ട്. അത് മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ളവർ തന്നെയാണോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ദൗത്യം ഇപ്പോൾ ഒരു ചെറിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ഉണ്ട്, അതുപോലെ തന്നെ വെള്ളം അത് കുത്തിയൊലിച്ച് വരുന്ന സാഹചര്യം. പുഴയിൽ ജലനിരപ്പ് ഇന്ന് രാവിലെ വരെയൊന്നും നമ്മൾ ആ പുഴയിൽ അത്രയും വെള്ളം കണ്ടിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ വൈകുന്നേരമായപ്പോൾ ആ മഴ പെയ്തതോടുകൂടി തന്നെ ആ വെള്ളത്തിൻ്റെ ഒരു ശക്തി കൂടുന്നൊരു സാഹചര്യം, വെള്ളം കലങ്ങി മറിഞ്ഞൊഴുകി വരുന്നൊരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് നിർത്തിയോ എന്നുള്ളത് വ്യക്തമല്ല. ഇപ്പോൾ ഈ നേരത്തെ സൈന്യം ഇന്നലെയൊക്കെ തയ്യാറാക്കിയ ആ താൽക്കാലിക പാലമുണ്ട്. ആ താൽക്കാലിക പാലം വഴി അവരിപ്പോൾ ഓരോരുത്തരായി കടന്ന് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ കൂടുതലായി, നേരത്തെ മുണ്ടക്കൈ ഭാഗത്തൊക്കെ പോയ മാധ്യമപ്രവർത്തകരടക്കം ഇപ്പോൾ മടങ്ങി വരുന്നുണ്ട്. കൂടുതൽ ആ ഭാഗത്ത് നിന്ന് റോഡിന് അപ്പുറത്തെ സൈഡിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയാണ് മഴ, പ്രതിസന്ധി തന്നെയാണ് ഈ കാലാവസ്ഥ. ഈ പുഴയിലെ കുത്തൊഴുക്ക് ഒക്കെ വലിയ പ്രതിസന്ധിയായി തന്നെ തുടരുന്നു. പക്ഷേ മരണസംഖ്യ നമ്മളെ നെഞ്ചുലയ്ക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആരുടെയും കരളലിയിക്കുന്ന അല്ലെങ്കിൽ കണ്ണ് നിറയിക്കുന്ന ആ ഒരു നിലയിലേക്ക് മരണസംഖ്യ ഏതാണ്ട് 230 പേരുടെ മരണം ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ മരണസംഖ്യ 200-ന് മുകളിലേക്ക് ഉയരുന്നു. കേരളം കണ്ട ദുരന്തങ്ങളിലൊക്കെ ഇത്രയും മരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ ദുരന്തങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കപ്പുറത്തേക്ക് മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. നമുക്കറിയാം, ഇന്നലെയൊക്കെ മനസ്സിലാക്കുന്നിടത്തോളം സുനാമിയിലാണ് 150-ന് മുകളിലൊക്കെ മരണം സംഭവിച്ചിട്ടുള്ളത്. 176ഓളം പേരാണ് ഈ സുനാമിയിൽ മരിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഈ 2 ഗ്രാമങ്ങളിൽ, അത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു ഏരിയയിൽ നിന്നായിരുന്നെങ്കിൽ 2 ഗ്രാമങ്ങളാണ് ഇല്ലാതെയായി പോകുന്നത്. ആ 2 ഗ്രാമങ്ങളുടെ മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ, അവരുടെ സകലതും നഷ്ടമായി പോകുന്ന ഒരു കാഴ്ച. ആ ഗ്രാമങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന്, ഇതിനു മുൻപ് ആ പ്രദേശം കണ്ടിട്ടില്ലാത്ത, ഈ ചൂരൽമലയും മുണ്ടക്കൈയും ഒക്കെ കാണാത്ത മനുഷ്യരെ സംബന്ധിച്ച് ഇങ്ങനെയൊരു ഗ്രാമം അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും തോന്നുന്ന തരത്തിലൊക്കെ ആ ഗ്രാമം മാറിപ്പോയ ഒരു സ്ഥിതിയാണ്, ആ 2 നാടുകൾ മാറിപ്പോയ സ്ഥിതിയാണ് ഉള്ളത്. അത്തരത്തിൽ വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇന്നലെ പുലർച്ചെ തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ്. അത് ഇപ്പോൾ പോലും അത് പൂർണ്ണമായ രീതിയിലേക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. കാരണം സംവിധാനങ്ങളുടെ കുറവല്ല, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ശ്രമത്തിൻ്റെ പ്രശ്നമല്ല. പക്ഷേ ഈ കാലാവസ്ഥയും അതുപോലെ തന്നെ അടിഞ്ഞുകൂടി വന്നിരിക്കുന്ന മണ്ണുമൊക്കെ, ഈ ചെളിയും മണ്ണും ഒക്കെ വലിയ പ്രതിസന്ധി തന്നെയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അതിനെ തടഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രതിസന്ധിയാണ്. മാത്രമല്ല, കാണാതെ പോയ 200ഓളം പേരുണ്ട്. ആ 200ഓളം പേര് എവിടെയാണ്? 240 പേരോളം കാണാനുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മനുഷ്യരൊക്കെ എവിടെയാണെന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിന് കൂടുതൽ യന്ത്രസഹായങ്ങൾ ആവശ്യമുണ്ട്. ഈ യന്ത്രസഹായമടക്കം ഉപയോഗിച്ച് ഈ മണ്ണും ചെളിയും വലിയ മരങ്ങളും ഒക്കെയാണ്, ആന പിടിച്ചാൽ പോലും നീങ്ങാത്ത മരങ്ങളാണുള്ളത്. അത്രയും വലിയ മരങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട്. ആ മരങ്ങൾ മാറ്റിയാൽ മാത്രമേ ഈ തിരച്ചിൽ കൂടുതലാവുകയും അതിൻ്റെ ഒരു നല്ല നിലയിലേക്ക് എത്തുകയും ആ തിരച്ചിലൂടെ ആ പ്രദേശത്തെ നമുക്ക് ഈ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കാണാതെ പോയ മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയും ചെയ്യുകയുള്ളൂ. ഏതായാലും മഴയുണ്ട് ആ പ്രദേശത്ത്. മഴയ്ക്കൊപ്പം തന്നെ പ്രദേശത്ത് വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട്. വീടുകളിലടക്കം നേരത്തെ കഴിയുന്നിടങ്ങളിലൊക്കെ ഈ തകർന്ന വീടുകൾക്ക് ഇടയിലേക്ക് രക്ഷാപ്രവർത്തകർ കയറി പരിശോധന നടത്തിയിരുന്നു. അതിന് ഈ സൈന്യത്തിൻ്റെ പ്രത്യേക പരിശീലനം ലഭിച്ച സ്നിഫർ ഡോഗ്സിനെയാണ് ഉപയോഗിച്ചിരുന്നത്. കെഡാവർ ഡോഗ്സ്. അവർക്ക് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ആ വീടുകൾക്ക് ഉള്ളിലടക്കം പോയി ഈ നായകളെ
കൊണ്ട് പരിശോധന നടത്തിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആ പരിശോധന നടന്നിരുന്നു. പക്ഷേ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. 200 പേരെവിടെയാണ്, അവരെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും സൈന്യം അവിടെ ഇപ്പോൾ താൽക്കാലിക ബെയിലി പാലം ഒരുക്കാനുള്ള ഒരു ശ്രമം അവർ അത് ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തോടു കൂടി ഒരുപക്ഷെ ആ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത് ഒരുപക്ഷെ ഇന്ന് പൂർത്തിയാവില്ല, നാളെയോടുകൂടി തന്നെ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം കുറച്ച് സാമഗ്രികൾ കൂടി എത്തിക്കേണ്ടതുണ്ട്. അത് എത്തിച്ച ശേഷം ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. അതോടുകൂടി കുറച്ചുകൂടി എളുപ്പമാകും. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നിർത്തേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നത് ഈ പുഴയിലെ വെള്ളം കൂടുന്ന സാഹചര്യത്തിൽ അവർക്ക് അക്കരെ പെട്ടുപോയാൽ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരാനൊരു വഴിയില്ല. ആകെയുള്ളത് ആ താൽക്കാലിക പാലവും പിന്നെ റോപ്പ് വേയും മാത്രമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ വെള്ളം കൂടുന്ന സാഹചര്യം ഉണ്ടായാൽ വീണ്ടും രക്ഷാപ്രവർത്തകർ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഇക്കരയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ ബെയിലി പാലം ആയിക്കഴിഞ്ഞാൽ, ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് അതൊരു സേഫ്റ്റിയായി നിൽക്കും. മാത്രമല്ല വാഹനങ്ങളടക്കം അവിടേക്ക് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഈ കൂടുതൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ വേഗത്തിൽ എത്തിക്കാം. അതുപോലെ തന്നെ ഈ വലിയ വാഹനങ്ങൾ, ലോറികളും അതുപോലെ തന്നെ ഈ ഹിറ്റാച്ചുകളും JCBകളും ഒക്കെ അവിടേക്ക് എത്തിക്കാനായി സാധിക്കും. അങ്ങനെയെങ്കിൽ രക്ഷാപ്രവർത്തനം വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പാലത്തിൻ്റെ നിർമ്മാണം, ആ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നമുക്കറിയാം സൈന്യം ഇന്ന് രാവിലെയാണ് അത് തുടങ്ങിയത്. ഇന്നലെ തന്നെ ബംഗളൂരുവിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം അവിടേക്ക് എത്തി അവരതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് ചെയ്തത്. അത്തരത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അത് ഏതാണ്ട് അതിൻ്റെ സ്ട്രക്ചർ ഏതാണ്ട് പകുതിയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ കൂട്ടിയോജിപ്പിച്ച് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത് പൂർത്തിയാകുന്നതോടുകൂടി കുറേക്കൂടി രക്ഷാപ്രവർത്തനത്തിന് വേഗം കൈവരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിനിടയിലും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണവും ശക്തമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം ഒരു സൈഡിൽ പുരോഗമിക്കുമ്പോൾ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളും അതുപോലെ തന്നെ അവരുടെ സംസ്കാര ചടങ്ങുകളും പുരോഗമിക്കുന്നുണ്ട്. അത് വിവിധ ഇടങ്ങൾ ഈ CHSEയിലാണ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന, മേപ്പാടി CHSEയിലാണ് അതിൻ്റെ ഒരു സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ വിട്ട് നൽകിയിട്ടുണ്ട്. ആ വിട്ടു നൽകിയ മൃതദേഹങ്ങൾ ഈ മേപ്പാടി ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലും അതുപോലെ തന്നെ മറ്റ് മഹലുകളുടെ ഖബർസ്ഥാനുകളിലുമായും അതുപോലെ തന്നെ മേപ്പാടിയിൽ പൊതു ശ്മശാനത്തിലുമായും ആ മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ നമുക്കറിയാം ഈ ചാലിയാർ പുഴയിൽ നിരവധി മൃതദേഹങ്ങൾ ഒഴുകി എത്തിയിരുന്നു. ആ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം അവ ഇപ്പോൾ അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം CHSEയിലേക്ക്, അതായത് മേപ്പാടി CHSEയിലേക്ക് മടക്കി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ അവിടെ ഇന്ന് ലഭിച്ച ഈ ചാലിയാർ പുഴയിലാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കിലോമീറ്ററുകൾക്കപ്പുറമാണ് ഈ പോത്തുകൽ ഭാഗം എന്ന് പറയുന്നത്. ചാലിയാർ പുഴയിലെ ഈ പോത്തുകൽ എന്ന് പറയുന്ന പ്രദേശം ഈ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ നിന്നും ആ മലയിൽ നിന്നും കാടും ഒക്കെ കടന്ന ആ മൃതദേഹ അവശിഷ്ടങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ പോത്തുകലിൽ നിന്നാണ് ഇന്നലെ മണിക്കൂറുകൾ, ഈ ദുരന്തമുണ്ടായ മണിക്കൂറുകൾക്കകം തന്നെയാണ് അത്തരത്തിൽ ആ മൃതദേഹങ്ങൾ കിട്ടിയത്. ഏതായാലും ഇതുവരെ ലഭിച്ചത് 48 മൃതദേഹങ്ങളാണ്. നിലമ്പൂരിലെ ചാലിയാറിൽ നിന്ന് ഇതുവരെ 48 മൃതദേഹങ്ങൾ ലഭിച്ചു. 41 ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് മാത്രം 16 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ 16 ശരീരഭാഗങ്ങളും ഈ രക്ഷാപ്രവർത്തകർക്ക് ഈ ചാലിയാറിൽ നിന്ന്, ഈ പോത്തുകല്ല് ഭാഗത്തു നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ 10 മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇനി അവിടെ ഈ മേപ്പാടി CHSEയിലേക്കാണ് മാറ്റിയത്. അവിടെ ഈ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടി, അവിടെ ഈ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. പല ഈ മൃതദേഹങ്ങൾക്കപ്പുറത്തേക്ക് കിട്ടിയ ഈ ശരീരാവശിഷ്ടങ്ങളൊക്കെ വളരെ വേദനിപ്പിക്കുന്നതാണ്. കാരണം ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ ചെറിയ കൈകൾ, കാലുകൾ, അല്ലെങ്കിൽ അതൊരു മനുഷ്യൻ്റേതാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ, അത് ഏത് മനുഷ്യൻ്റേതാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഇന്നലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തകർ അത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചാലിയാറിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും
നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഈ ദുരന്തം വലുതാകുന്നു. വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. മരണം 243 എത്തിയിരിക്കുന്നു എന്നുള്ള, അതായത് 240 മുകളിലേക്ക് മരണസംഖ്യ ഉയരുന്നു. കേരളം ഇതുവരെ കാണാത്ത തരത്തിലേക്ക് ദുരന്തം, വലിയ ദുരന്തമായി രാജ്യത്തെ തന്നെ നടക്കുന്ന വലിയ ദുരന്തമായി മാറുന്നു. 200-ലധികം പേർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അവർ അത്തരത്തിലേക്ക് ആ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനത്തിന് ചെറിയ ഒരു തടസ്സം നേരിടുന്നു. മഴ പ്രതിസന്ധിയാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴ പ്രതിസന്ധിയായ ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബെയിലി, അതായത് ഈ ചൂരൽമല ടൗണിൻ, അതായത് ഈ ചൂരൽമല ഭാഗത്താണ് ആളുകൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഭാഗം, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ചൂരൽമല ടൗൺ എന്ന് പറയുന്ന ഭാഗത്താണ്. പക്ഷേ ആ ഭാഗത്തിന് അക്കരെ നിന്നിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ താൽക്കാലിക പാലം വഴിയും മറ്റും ഈ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെട്ട ദുരന്തത്തിൽ മരണസംഖ്യ 200 കടന്നിരിക്കുന്നു. അതേസമയം പ്രദേശത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ രക്ഷാദൗത്യം വളരെ ദുഷ്കരമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. കണ്ണാടിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. വെല്ലുവിളികൾക്കിടയിലും മുണ്ടക്കൈയിലും മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്.